സമൂഹമാധ്യമങ്ങളിൽ വളരെ സ്വാധീനിക്കപ്പെട്ട വാർത്തയായിരുന്നു ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ പൗരത്വം റദ്ദാക്കണമെന്നത്. റദ്ദാവശ്യപ്പെട്ട് 1.5 ലക്ഷം കനേഡിയൻ പൗരന്മാർ ഒപ്പിട്ട ഹർജി കാനഡ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള മസ്കിന്റെ അടുത്ത ബന്ധമാണ് പൗരത്വം റദ്ദാക്കണമെന്ന ആവശ്യത്തിലേക്ക് നയിച്ചത്. സത്യം പറഞ്ഞാൽ ഒരു പുലിവാല് പിടിച്ച അവസ്ഥയാണ് മസ്കിന്റേത്. ബ്രിട്ടീഷ് കൊളംബിയ എഴുത്തുകാരിയായ കോലിയ റീഡാണ് മസ്കിനെതിരെ ഹർജി കാനഡയിലെ പാർലമെന്റിൽ സമർപ്പിച്ചതെന്നാണ് വിവരം. ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗമാണ് മസ്ക് എന്നും ഇത് കാനഡയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് ഭീഷണിയാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. കൂടാതെ കാനഡയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയയാളാണ് ട്രംപ് എന്നും ഹർജിയിൽ പറയുന്നു. ന്യൂ ഡെമോക്രാറ്റ് MPയും മസ്കിന്റെ കടുത്ത വിമർശകനുമായ ചാർലി ആംഗസിന്റെ നേതൃത്വത്തിലാണ് ഹർജി തയ്യാറാക്കിയിരിക്കുന്നത്. മസ്കിന്റെ കനേഡിയൻ പാസ്പോർട്ടും പൗരത്വം റദ്ദാക്കണമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് ഇദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രംപിന്റെ നയങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മസ്ക് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മേധാവി കൂടിയാണ്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി US നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന നടപടിയെയും മസ്ക് പിന്തുണച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മസ്കിന്റെ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കനേഡിയൻ പൗരന്മാർ രംഗത്തെത്തിയത്. ദക്ഷിണാഫ്രിക്കയിലാണ് ഇലോൺ മസ്ക് ജനിച്ചത്. കനേഡിയൻ സ്വദേശിയായ മസ്കിന്റെ അമ്മ വഴിയാണ് ഇദ്ദേഹത്തിന് കനേഡിയൻ പൗരത്വം ലഭിച്ചത്. എന്നാൽ ട്രംപിന്റെ ഉപദേശകനായി പ്രവർത്തിച്ചുകൊണ്ട് കാനഡയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി മസ്ക് പ്രവർത്തിക്കുന്നുവെന്ന് ഹർജിയിൽ പറയുന്നു. ഒപ്പം കാനഡയുടെ പരമാധികാരത്തെ തകർക്കാൻ മസ്ക് ട്രംപിനൊപ്പം പ്രവർത്തിക്കുന്നുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. കൂടാതെ കാനഡയെ US-ന്റെ 51ാം സംസ്ഥാനമാക്കി മാറ്റണമെന്ന ആവശ്യമുയർത്തുന്നയാളാണ് ട്രംപ് എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ട്രംപിന്റെ ഈ പ്രസ്താവനയിൽ കാനഡയിൽ പൗരന്മാർക്കിടയിൽ പലയിടത്തും പ്രതിഷേധമുയർന്നിരുന്നു. ഇതിനെല്ലാം പുറമെ കനേഡിയൻ രാഷ്ട്രീയത്തിലെ മസ്കിന്റെ ഇടപെടലും പ്രതിഷേധമുയർത്തുന്നു. കാനഡയിലെ ചില വിഷയങ്ങളെപ്പറ്റി ഈയടുത്ത് മസ്ക് എക്സിൽ കുറിച്ച പോസ്റ്റും വിവാദമായി. കാനഡയിലെ കൺസർവേറ്റീവ് നേതാവായ പിയറി പൊയിലിവറയെ പുകഴ്ത്തിയ അദ്ദേഹം ജസ്റ്റിൻ ട്രൂഡോയെ പരിഹസിക്കുകയും ചെയ്തു. കാനഡയിലെ വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കളെ പരസ്യമായി അംഗീകരിക്കുന്ന മസ്കിന്റെ നിലപാട് പ്രതിഷേധത്തിന് ഇടയാക്കി. എങ്കിലും പാർലമെന്റിൽ സമർപ്പിക്കുന്ന ഹർജികൾക്ക് കൃത്യമായ തീരുമാനമെടുക്കാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇത് ഒരു ഔദ്യോഗിക സർക്കാർ പ്രതികരണത്തിന് കാരണമായേക്കാം. നിലവിൽ മാർച്ച് 24 വരെ പാർലമെന്റ് സ്തംഭിച്ചിരിക്കുകയാണ്. മസ്കിന്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്നതിൽ കനേഡിയൻ സർക്കാർ ഇതുവരെ സൂചന നൽകിയിട്ടില്ല. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.